വാർത്തകളിലേക്കാണ്. ഇടമലയാർ കനാൽ അഴിമതി കേസിൽ ശിക്ഷ വിധിച്ചു. 1 മുതൽ 44 വരെയുള്ള പ്രതികൾക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. തൃശൂർ വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു ഇടമലയാർ കനാൽ അഴിമതി കേസ്. ഇപ്പോൾ അതിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് കോടതി പറഞ്ഞത്? സ്വാതി, സമയങ്ങൾക്ക് മുൻപാണ് ഇടമലയാർ കനാൽ അഴിമതി കേസിൽ ശിക്ഷ വിധിച്ചത്. 2003-2004 കാലഘട്ടത്തിൽ ചാലക്കുടി പുഴയ്ക്ക് സമീപം ഇടമലയാർ പ്രദേശങ്ങളിൽ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന കനാൽ നിർമ്മാണത്തിൽ ഗുരുതരമായ അഴിമതി നടന്നു എന്നാരോപിച്ചായിരുന്നു പരാതി. 2003-2004 കാലയളവിൽ നടത്തിയ പദ്ധതിയിൽ 1 കോടിയിലേറെ രൂപയുടെ അഴിമതി എന്നുള്ളതാണ് അന്വേഷണം പൂർത്തിയാക്കിയ വിജിലൻസ് സംഘം കണ്ടെത്തിയത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായുള്ള കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. 8 കിലോമീറ്ററോളം നീളത്തിലാണ് കനാൽ നിർമ്മിച്ചത്. ആ കനാൽ നിർമ്മിക്കുന്ന കാലയളവിൽ 15 ലക്ഷം രൂപ പരമാവധിയാണ് ഒരു ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് തന്റെ കീഴിൽ ബില്ലായി മാറാനാവുന്നതും അതല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാനാവുന്നതും ഈ പരിധി മറികടക്കുന്ന ഈ പരിധിക്കുള്ളിൽ ഈ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുന്നതിനായി 8 കിലോമീറ്റർ ദൂരത്തിലുള്ള കനാലിന്റെ 43 ഭാഗങ്ങളായി വിഭജിച്ച് 43 കോൺട്രാക്ടർമാർക്ക് കീഴിലായിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതിലൂടെ വലിയ അഴിമതി തന്നെ ഉണ്ടായി എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. 2011 കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതിനുശേഷം വിചാരണ നടത്തി ഈ 13 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ ശിക്ഷ വിധിക്കുന്നത്. 3 വർഷം വീതം പ്രതികൾക്ക് തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് നിലവിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ വിചാരണ കാലയളവിൽ 6 പ്രതികൾ മരണപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ശേഷിക്കുന്ന പ്രതികളിൽ എല്ലാവരും കുറ്റക്കാരാണെന്ന് ഇന്ന് രാവിലെ നടന്ന വിധി പ്രസ്താവത്തിൽ 50 പ്രതികളിൽ 49 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ശേഷിക്കുന്ന ജീവനോടെയുള്ള 44 പ്രതികളിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അവർക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ്. ഈ കേസിൽ തന്നെ സമാനമായ ഈ കേസിൽ തന്നെ 4 കേസുകളിൽ പ്രതിയായ ഒരാളെ 2 കേസുകളിൽ നിന്ന് പ്രതിയല്ലെന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 44 പ്രതികളാണ് ഈ കേസിലുള്ളത്. 44 പ്രതികളും 3 വർഷം വീതം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇവർക്ക് 60 ദിവസത്തെ കാലാവധിയുണ്ട്. ഈ കാലാവധിക്കുള്ളിൽ പിഴത്തുകയടക്കം അടയ്ക്കാം എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം സ്വാഭാവികമായും പ്രതികൾ ഹൈക്കോടതിയെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. 2003-2004 നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശരി ലെവിൻ, 13 വർഷത്തിന് ശേഷം ഇടമലയാർ കനാൽ അഴിമതി കേസിൽ ശിക്ഷ വിധിച്ചു. 1 മുതൽ 44 വരെയുള്ള പ്രതികൾക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്.